Hello. Welcome back to my YouTube channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. And I have come back with a new video. അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ പെൺകുട്ടികൾക്കായിരിക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക, ബിക്കോസ് ദിസ് ഇസ് ഗോയിങ് ടു ബി ഓൾ അബൌട്ട് ലിപ്സ്റ്റിക്സ്. ആൺകുട്ടികൾക്ക് ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിനോ ഗേൾഫ്രണ്ടിനോ അമ്മയ്ക്കോ സിസ്റ്ററിനോ ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ കുറച്ചും കൂടി ഓഫ്കോഴ്സ് ഗേൾസിനായിരിക്കും ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക, ബിക്കോസ് ഗേൾസിനാണല്ലോ വി ആർ ഓൾ ക്രേസി അബൌട്ട് ലിപ്സ്റ്റിക്സ്. സോ ഞാൻ ഇങ്ങനൊരു വ്ളോഗ് എടുക്കാൻ കാരണം, ഞാൻ കുറച്ച് കാലം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. ഓക്കെ, ഐ ഹാവ് എ ഗുഡ് കളക്ഷൻ ഓഫ് ലിപ്സ്റ്റിക്സ്. അപ്പോൾ അതിന്ന് രണ്ട് മൂന്നല്ല കുറച്ച് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ്സ് നിങ്ങളെ കാണിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. സോ ഞാനും ഏതൊരു പെൺകുട്ടീനെയും പോലെ ഒരു 2016 തൊട്ട് ഒരു 2020-21 വരെയൊക്കെ ഭയങ്കര പ്രാന്തായിരുന്നു എനിക്ക് ലിപ്സ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഞാൻ ആരെങ്കിലും എനിക്ക് എന്താ ഗിഫ്റ്റ് വേണ്ടത് ചോദിച്ചാൽ ഞാൻ പറയും ലിപ്സ്റ്റിക്. ഞാൻ പുറത്തു പോയി എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്ന ഒരാളല്ല. ഞാൻ വാങ്ങുകയാണെങ്കിൽ ഞാൻ വാങ്ങിക്കുക ലിപ്സ്റ്റിക് ആയിരിക്കും. എൻ്റെ ചേച്ചി എവിടെയെങ്കിലും പോയി എനിക്ക് കൊണ്ടുവരുന്നത് ലിപ്സ്റ്റിക്, അങ്ങനെ ഫുൾ ലിപ്സ്റ്റിക് അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം അല്ല കേട്ടോ. ഇപ്പൊ എൻ്റെ അങ്ങനത്തെ ക്രേസ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല ഞാൻ ലാസ്റ്റ് എപ്പോഴായിരിക്കും ഒരു ലിപ്സ്റ്റിക് വാങ്ങിയതെന്ന്. കാരണം ഇപ്പൊ ഞാൻ എവിടെ പോയി ഒരു ഷെയ്ഡ് ട്രൈ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുക, ഇതേ ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ വെറുതെ കുറെ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യാതെ വെച്ചത്, എനിക്ക് ഇനി എന്തിനാണോ പുതിയത്, അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി പുതിയത്. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ചിന്തിക്കണേ. ബിക്കോസ് ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ കുറെ ലിപ്സ്റ്റിക്സ് ഉണ്ട്. അതിൽ ആകെ ഒരു 12 അല്ലെങ്കിൽ ഒരു 13 ഷെയ്ഡ്സ് ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഷെയ്ഡ്സ് ഇത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വെറുതെ എൻ്റെ പൗച്ചിലിരിക്കുകയാണ്. അപ്പോ സോ അതില് ഞാൻ ഉപയോഗിക്കുന്ന ഈ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ്സ് നിങ്ങളെ കാണിക്കാം. എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആവും എന്നെനിക്ക് തോന്നുന്നത് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. സോ ദാറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ ഓൾസോ ബൈ ആൻഡ് ട്രൈ ഇറ്റ്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമല്ലേ. സോ വെൽക്കം ബാക്ക് ടു യെറ്റ് another video where I am showing you guys my favorite shades of lipstick. Let's get started. So ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ കയ്യിൽ ഞാനിപ്പോ കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ 48 ലിപ്സ്റ്റിക്സും 10 ലിപ് ഗ്ലോസും ആണുള്ളത്. എന്തിനാണ് ഇത്ര അധികം എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് ആണ്. അന്ന് തൊട്ടുള്ള ലിപ്സ്റ്റിക്സ് ഇപ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്, വിച്ച് ഇസ് വെരി ബാഡ്. കാരണം നമുക്ക് ഏതൊരു പ്രൊഡക്റ്റിനെയും പോലെ ലിപ്സ്റ്റിക്സിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പൊ അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് യൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് നമ്മുടെ ലിപ്സിനും സ്കിന്നിനൊക്കെ ഡേഞ്ചറസ് ആണ്. കുറെ ലിപ്സ്റ്റിക്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്യാത്തത് ഞാൻ കളഞ്ഞു. പക്ഷെ കുറെയൊക്കെ ഞാൻ കളയാനുള്ളൊരു എക്സ്പയറി കഴിഞ്ഞതാണെങ്കിലും ഞാൻ ചിലത് യൂസും ചെയ്യുന്നുണ്ട്. അതിനെ കളയാനുള്ള മടിക്ക് ഞാൻ എടുത്തും വെക്കുന്നുണ്ട്. പക്ഷെ ഡോണ്ട് ഡു ഇറ്റ്. അതാ ഞാൻ പറഞ്ഞത്, ആവശ്യത്തിന് മാത്രം വാങ്ങിക്കുക, അത് കഴിയുമ്പോൾ അടുത്തത് വാങ്ങിക്കുക എന്നുള്ളത് ആ ഒരു ലെസൺ ഞാൻ ഇപ്പൊ റിയലൈസ് ചെയ്തു. ബിക്കോസ് ഞാനിപ്പോ എൻ്റെ കയ്യിൽ ഇത്ര അധികം ഉണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ടു ഷോ ഓഫ്, ഇറ്റ് ഈസ് ടു ടെൽ യു ഗൈസ് ദാറ്റ് നമുക്കത്ര അതിന്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കൂ, അല്ലെങ്കിൽ അതൊക്കെ വേസ്റ്റ് ആയി പോവും എന്ന് പറയാനാണ് ഞാൻ ഇത്ര അധികം ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്, അല്ലാതെ ഷോ ഓഫ് ചെയ്യാനല്ല. സോ നമുക്ക് ന്യൂഡ് ഷെയ്ഡ്സ് വെച്ച് ഫസ്റ്റ് തുടങ്ങാം. സോ എൻ്റെ ഫസ്റ്റ് പിക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നൈക്കയുടെ ജെയിൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ ഫ്രണ്ട് അഖിലയുടെ കയ്യിലാണ് ഇത് ആദ്യം കണ്ടിട്ട് ഞാൻ അന്ന് യൂസ് ചെയ്ത് നോക്കി. അപ്പൊ അന്ന് ഞാൻ അഖിലയുടെ കയ്യിൽ നിന്ന് യൂസ് ചെയ്തപ്പോ ഞാൻ ഇതും വേറൊരു ഷെയ്ഡും മിക്സ് ചെയ്തിട്ടാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഓർഡർ ചെയ്തപ്പോ ഞാൻ ആദ്യം ഒരു ചെറിയ സ്റ്റിക്ക് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം, ഹിറ്റ് ആവുകയാണെങ്കിൽ വലിയ സ്റ്റിക്ക് വാങ്ങാലോ എന്ന് വെച്ചിട്ട് ചെറുത് വാങ്ങി. പക്ഷെ ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ ഹിറ്റ് ബിക്കോസ് ഇത് കഴിഞ്ഞു, എനിക്ക് അടുത്തത് വാങ്ങാറായി. നിങ്ങളെ ഞാനിത് ഇട്ട് കാണിക്കാം സോ ദാറ്റ് യു ഗൈസ് കൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് ലുക്സ് ഓൺ മൈ സ്കിൻ. സോ ദിസ് ഇസ് ഹൗ ജെയിൻ ലുക്സ് ഓൺ മൈ ലിപ്സ്. ഇത് നല്ല ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഒരു നോട്ട് എക്സാക്ട്ലി ബ്രൗൺ, പക്ഷെ ടുവേർഡ്സ് ബ്രൗൺ ആയിട്ടുള്ള ഒരു. ചിലപ്പോ വീഡിയോയില് കാണുമ്പോൾ കുറച്ച് ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം ഉണ്ടാവും. ആൻഡ് ഓൾസോ നമ്മൾ വേറൊരു കാര്യം എന്താണെന്നറിയോ, ഇപ്പൊ എൻ്റെ
സ്കിൻ ടോണിൽ ഒരു ലിപ്സ്റ്റിക്ക് ഈ ഷെയ്ഡ് ആവണമെങ്കിൽ വേറൊരു സ്കിൻ ടോണിൽ അതേ ഷെയ്ഡ് ചിലപ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും കാണാൻ. സോ അതും അങ്ങനെയും ഒരു കാര്യമുണ്ട്. സോ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ദ സ്കിൻ കോംപ്ലക്ഷൻ വെച്ച് അത് ഡിഫർ ചെയ്യും. ബട്ട് യാ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് വൺ. അടുത്തത് കുറച്ചൊരു പിങ്ക് ടോണിൽ വരുന്ന ഒരു ഷെയ്ഡാണ്. ദിസ് ഇസ് അഗൈൻ നൈക്ക. ഇത് മൊണാലിസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്സ് എല്ലാം ഉണ്ടല്ലോ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വൺസ് ആണ്. ഒന്നും ഒരു ലക്ഷൂറിയസ് ഹൈ എൻഡ് പ്രൊഡക്ട്സ് ഇല്ല. എല്ലാം വളരെ അഫോർഡബിൾ റേറ്റ്സ് ആയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ആകെ ഞാൻ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് വാങ്ങിയത് ആകെ മാക്കിൻ്റെ ആയിരിക്കും. അത് എനിക്കല്ല ഗിഫ്റ്റ് കൊടുക്കാൻ. അല്ലാതെ ഞാൻ ഉപയോഗിക്കുന്നതെല്ലാം വളരെ അഫോർഡബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും യു ക്യാൻ ബൈ ആൻഡ് ട്രൈ. അങ്ങനെ ഭയങ്കര വിലയൊന്നും ഇതിനില്ല. ഞാൻ ഒരു കാലം വരെ ഉണ്ടല്ലോ ഞാൻ ഡാർക്ക് ഷെയ്ഡ്സ് മാത്രം യൂസ് ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോ ഐ ലൈക്ക് യൂസിങ് ന്യൂഡ് ഷെയ്ഡ്സ് അ ലോട്ട്. ഇതും നേരത്തെ പോലത്തെ മാറ്റ് ഫിനിഷ് ആണ്. അത് ഫൈനൽ ലുക്ക് എങ്ങനെയായിരിക്കും, നല്ല ഭയങ്കര സോഫ്റ്റ് സട്ടിൽ ലുക്കാണ് ഈ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ. ആൻഡ് ഓൾസോ എപ്പോഴും ഉണ്ടല്ലോ ഞാൻ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഞാൻ താഴത്തേക്ക് കുറച്ച് എക്സ്ട്രാ വരയ്ക്കും, ലിപ്സ്റ്റിക് കൊണ്ട് ഷെയ്ഡ് ചെയ്യും. ബിക്കോസ് അപ്പം നമ്മുടെ ലിപ്സ് കുറച്ച് ബിഗറായിട്ട് തോന്നും. എൻ്റെ അത്ര ബിഗർ ലിപ്സ് അല്ല, പക്ഷെ എനിക്ക് അങ്ങനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ താഴത്തേക്ക് കുറച്ച് എക്സ്ട്രാ ഷെയ്ഡ് ചെയ്ത് കൊടുക്കും. സോ ഇറ്റ് ലുക്സ് ബിഗർ. നെക്സ്റ്റ് അഗൈൻ ഞാൻ നേരത്തെ കാണിച്ച ജെയിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ദിസ് ഇസ് ഫ്രം ബ്രാൻഡ് കോൾഡ് ഷെയ്ംബോർ. ഇതിന്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില വീഡിയോസിൽ ഐ ഹവ് സീൻ പീപ്പിൾ സേയിങ് ഷെയ്ംബോർ, ചിലതിൽ ആൾക്കാർ പറയുന്നത് ഷംബോർ എന്നൊക്കെയാണ്. ഞാൻ തൽക്കാലം ഷെയ്ംബോർ എന്നാണ് പറയുന്നത്. അതിൻ്റെ നൂഗ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. യെസ്, നൂഗ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ദിസ് ഇസ് ഒരു ലിപ് ക്രയോൺ ആണ്. പക്ഷെ ഇത് ഇപ്പോൾ ഇടണമെങ്കിൽ നമുക്ക് ഷാർപ്പൺ ചെയ്യണം. ഇങ്ങനത്തെ സ്റ്റിക്കിന്റെ വേറൊരു അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ഇത് ഷാർപ്പൺ ചെയ്ത് നമുക്ക് പിന്നെയും യൂസ് ചെയ്യാം എന്നുള്ളതാണ്. So this is how the shade looks. ജെയിൻ, ഞാൻ നേരത്തെ കാണിച്ച ജെയിൻ ഷെയ്ഡായിട്ട് സിമിലർ ആണെങ്കിലും അത് ജെയിനെക്കാട്ടിലും ഈ ഷെയ്ഡ് ഒരു ടോൺ ബ്രൈറ്റർ ആണ്. ദിസ് ഇസ് അഗൈൻ എ മാറ്റ് ഫിനിഷ് ആൻഡ് നല്ല ഇറ്റ് സ്മെൽസ് അമേസിങ് ആൻഡ് നല്ല ടേസ്റ്റും ആണ്. ടേസ്റ്റ് ഇൻ ദ സെൻസ് ഞാൻ അത് കഴിക്കാറില്ല, പക്ഷെ നമ്മൾ ചുണ്ടിലിടുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടുമല്ലോ. സോ ദിസ് ഇസ് വൺ ലിപ്സ്റ്റിക് ദാറ്റ് ഐ യൂസ് വെരി ഫ്രീക്വന്റ്ലി ബിക്കോസ് അഗൈൻ ദിസ് ഓൾസോ ഗിവ്സ് ഒരു ഭയങ്കര ഒരു സോഫ്റ്റ് ലുക്കാണ്. ഞാൻ കാണിക്കുന്നത് ആക്ച്വലി ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ന്യൂഡാണ് എന്ന് കണ്ട് വാങ്ങിയ ഒരു ഷെയ്ഡാണ്. പക്ഷെ അതെന്റെ സ്കിൻ ടോണിൽ അത്ര ന്യൂഡല്ല, കുറച്ച് ഡാർക്കാണ്. അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സ്കിൻ കോംപ്ലക്ഷൻ അനുസരിച്ച് ഓരോ ഷെയ്ഡിലും ഇത്തിരി വ്യത്യാസം വരും. ഇതും ലിപ് ക്രയോൺ ആണ്, ഇതും ഷാർപ്പൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ദിസ് ഇസ് ഫ്രം എ ബ്രാൻഡ് കോൾഡ് ബ്രാൻഡ് നൈക്ക. നമ്മുടെ എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ള നൈക്ക എന്നാണ് ഈ ഷെയ്ഡ്. സോ ഇത് വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ദിസ് ഇസ് കോൾഡ് ജേഡ് റോസ്. ഞാൻ ഇട്ട് കാണിക്കാം ഹൗ ജേഡ് റോസ് ലുക്സ് ഓൺ മീ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സട്ടിൽ ഷെയ്ഡാണ്, ന്യൂഡ് ഷെയ്ഡാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയതെങ്കിലും എൻ്റെ സ്കിൻ കോംപ്ലക്ഷനിൽ ഇത് എത്രമാത്രം ന്യൂഡായിട്ടാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. ദിസ് ഇസ് എ ഷെയ്ഡ് ഐ ലവ്. നല്ലോണം നമ്മുടെ ഫേസിനെ ഹൈലൈറ്റ് ചെയ്യും. മാറ്റ് ഫിനിഷ് ആണ്. ഞാൻ കൂടുതലും മാറ്റ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്ന ആളാണ്. വളരെ റെയർലി ആണ് ഞാൻ ഗ്ലോസ് ആഡ് ചെയ്യാറുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ക്രയോൺ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വി ഹാവ് ടു ബി വെരി കെയർഫുൾ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ക്രയോൺ ഇത്തിരി എന്താ പറയാ സ്മഡ്ജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ലിക്വിഡ് മാറ്റ് പോലെ ഇൻടാക്ട് ആയിട്ട് ഇരിക്കില്ല. അപ്പൊ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് കെയർഫുൾ ആവണം. പക്ഷെ ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഒരുവിധം എൻ്റെ കയ്യിലുള്ള സോഫ്റ്റ് ആൻഡ് സട്ടിൽ ഷെയ്ഡ്സ് ഒക്കെ കഴിഞ്ഞു. നമുക്കിനി കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് കാണാം. ഓറഞ്ചില് ഞാൻ കാലാകാലങ്ങളായി യൂസ് ചെയ്യുന്ന, എൻ്റെ ഡിഗ്രി കാലം മുതൽ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഫേവററ്റ് ഓറഞ്ച് ലിപ്സ്റ്റിക്ക് ഇതാണ്. ദിസ് ഇസ് ഫ്രം മാക്.
പക്ഷെ ഇത് ഞാൻ വാങ്ങിയതല്ല, ഇതെന്റെ ചേച്ചിയുടെ ആയിരുന്നു, ഞാൻ പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് എടുത്തതാണ്. ഇത് മാക്കിന്റെ അഗൈൻ മാറ്റ് ആണ്, മാറ്റ് ഫിനിഷ് ആണ്. സോ ഷോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതിന്റെ സ്പെല്ലിംഗ് CHAUD എന്നാണെങ്കിലും D സൈലന്റ് ആണ്. ഷോ ഫ്രഞ്ചിൽ എങ്ങനെയാണ് പറയാ, ഞാൻ പ്രൊനൗൺസിയേഷൻ ഗൂഗിളിൽ തപ്പിയപ്പോൾ അവരെങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തന്നത്. സോ യെസ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചില ഷെയ്ഡ്സ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് ഞാൻ എൻ്റെ കയ്യിൽ വെക്കുന്നതുകൊണ്ട്, ചിലത് ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ടെന്ന്. അതിലൊന്നാണ് ഇത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇത് ഒരു ചെറിയ സട്ടിൽ ഓറഞ്ച് എന്നല്ല, അത്യാവശ്യം നല്ല ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണ്. പക്ഷെ ഐ ലവ് ഹൗ ഇറ്റ് ഹൈലൈറ്റ്സ് മൈ ഫേസ്. അത് ഇട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ഗ്ലോ വന്ന പോലെ. അഗൈൻ മാറ്റ് ഫിനിഷ് ആണ്, ഒരു ക്രയോൺ ടെക്സ്ചർ തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ യു ഗൈസ് മസ്റ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലമായിട്ട് ഈ ഷെയ്ഡ് കളയാതെ വെച്ചിരിക്കുന്നതെന്ന്. ബിക്കോസ് ഇറ്റ് ലുക്സ് വെരി നൈസ്. നല്ലോണം നമ്മളുടെ ഫേസ് അങ്ങോട്ട്, നമ്മളിപ്പോ എത്ര ഉറക്കത്തുനിന്ന് എണീറ്റ് പുറത്ത് പോകണമെങ്കിൽ, പെട്ടെന്നൊന്ന് പുറത്ത് പോകണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ മുഖം ആകെ മൊത്തം ഒന്ന് ഗ്ലോ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഐ ലവ് സച്ച് ഷെയ്ഡ്സ്. മൂവിങ് ഓൺ ടു മൈ നെക്സ്റ്റ് ഫേവറേറ്റ് ഷെയ്ഡ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പിങ്ക് ടോണിലുള്ള ഒരു ഷെയ്ഡാണ്. ഞാൻ ഓൾറെഡി അത് ലിപ്സിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇപ്പോൾ കാണുന്ന ഷോർട്സിന് ചിലപ്പോൾ ഫ്രെയിമും ലൈറ്റിംഗ് ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. കാരണം മുമ്പത്തെ ഷോർട്സ് ഒക്കെ ഞാൻ രാവിലെയാണ് ഷൂട്ട് ചെയ്തത്. ഇതിപ്പോൾ ഈവനിങ് ആയി, ചെറിയൊരു തിരക്ക് വന്നു ഇടയിൽ, അപ്പം ഞാൻ ഷൂട്ട് ഈവനിങ്ങിലേക്ക് മാറ്റി. സോ എനിവേ, നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് ലാക്മേ ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ് കളർ എന്നുള്ള സീരീസിലെ പിങ്ക് ഗ്ലാം ആണ്. ആക്ച്വലി ഇതുണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ സ്റ്റിക്ക് വരുന്നത്. ഈ ഒരു സീരീസ് ലാക്മേയുടെ വളരെ വളരെ അണ്ടർ റേറ്റഡ് ആണ്. ഈ സീരീസിൽ തന്നെ എനിക്ക് വേറെയും ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. വേറെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ട്, ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ തന്നെ ഒരു ന്യൂഡ് കളറും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ നല്ല ടെക്സ്ചർ വരുന്ന അടിപൊളി മാറ്റ് ഫിനിഷ് ആണ് ഇതിൻ്റെ. ആൻഡ് ഇത് വരുന്നത് ഐ തിങ്ക് ഇസ് ജസ്റ്റ് ഫോർ 270 അത്ര എന്തോ ഉള്ളൂ ഇതിന്. അതാ ഞാൻ പറഞ്ഞത്, വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സീരീസാണ്. നിങ്ങൾക്കിപ്പോൾ പിങ്ക് അല്ലെങ്കിൽ തന്നെ ഈ സീരീസിൽ വേറെ ഏതെങ്കിലും ഷെയ്ഡ് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ബിക്കോസ് ഈ ഒരു പ്രൈസിന് ദിസ് ഇസ് സോ ഗുഡ്. ഒരു പിങ്ക് ഷെയ്ഡ് പ്രിഫർ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഇടുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ടെക്സ്ചറാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ആൻഡ് ആസ് യു കെൻ സീ, ഈ കളർ ഇടുമ്പോൾ ഫേസിന് നല്ലൊരു ഗ്ലോ വരുന്നുണ്ട്, കുറച്ചുകൂടി ബ്രൈറ്റ് ആവുന്നുണ്ട്. സോ പിങ്കിൽ വരുമ്പോൾ ദിസ് ഇസ് മൈ ഗോ ടു ഷെയ്ഡ്. നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷെയ്ഡാണ് കാണാൻ പോകുന്നത്. എനിക്ക് ഇനിയും കാണിക്കണമെന്നുണ്ട്. ഇനിയും ഒരു 4-5 ഷെയ്ഡ്സ് ഉണ്ട് ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യണത്. പക്ഷെ ഞാൻ ഇനി അതും കൂടി കാണിക്കാൻ നിന്ന വീഡിയോ നല്ലോണം ലോങ് ആവും, നിങ്ങൾക്ക് എൻ്റെ വർത്താനം കേട്ട് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഒരെണ്ണം കൂടി കാണിച്ച് ഐ വിൽ സ്റ്റോപ്പ് എന്ന്. സോ അത് ഞാൻ ഓൾറെഡി ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഷെയ്ഡാണ്. ദിസ് ഇസ് സംവാട്ട് റെഡ് മെറൂണിഷ് അങ്ങനെ ഒരു ഷെയ്ഡാണ്. ഇതും ലാക്മേ തന്നെയാണ് കേട്ടോ. ലാക്മേയുടെ 9 to 5 എന്ന് പറയുന്ന സീരീസിലത്തെ ബർഗണ്ടി ലഷ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതും ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് ആദ്യമായിട്ട് ഇടുന്നത്. എൻ്റെ ഫ്രണ്ട് വന്ദനയുടെ കയ്യിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇടുന്നത്. അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ആൻഡ് ഇത് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ്. ബിക്കോസ് ഇത് എൻ്റെ സെക്കൻഡ് സ്റ്റിക്കാണ്. ഓൾറെഡി ഒരെണ്ണം വാങ്ങി കഴിഞ്ഞത് രണ്ടാമത്തെ പർച്ചേസാണ്. നല്ല ബോൾഡ് ലുക്കാണ് കേട്ടോ ഇത് ഇടുമ്പോൾ. ആസ് യു കെൻ സീ, ഇത് ഒരു പക്ക മാറ്റ് ഫിനിഷ് ആണെന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊരു ക്രീമി ടെക്സ്ചറാണ്. സോ ഇറ്റ്സ് നോട്ട് പക്ക മാറ്റ് ഫിനിഷ് എന്നാൽ ഗ്ലോസിയും അല്ല, ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന പോലത്തെ ഒരു ടെക്സ്ചറാണ്. പക്ഷെ ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ്. പ്യോർ റെഡ് അല്ല, കുറച്ചൊരു മെറൂൺ ടച്ചാണ് ഇതിന് വരുന്നത്. പക്ഷേ ഇത് ഐ തിങ്ക് ഐ ഗോട്ട് ഇറ്റ് ഫോർ അറൗണ്ട് 650 അങ്ങനത്തെ എന്തോ റേഞ്ചിലാണ് കിട്ടിയത്. ആ ഒരു പ്രൈസ് റേഞ്ചിന് വളരെ വളരെ വർത്താണെന്ന് എനിക്ക് തോന്നിയ ഒരു ഷെയ്ഡാണിത്. സോ ദാറ്റ് വാസ് മൈ വ്ളോഗ് അബൌട്ട് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്സ്. അപ്പം ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു 9-10 ഷെയ്ഡ്സ് ആണ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഒരു പുതിയ ലിപ്സ്റ്റിക്സ് ഒക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിന് മാത്രം വാങ്ങുക, അല്ലെങ്കിൽ വേസ്റ്റായി പോവും. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ് കേട്ടോ. കാരണം ലിപ്സ്റ്റിക്സിൽ ഒരുപാട് ക്രേസുള്ള ആൾക്കാരുണ്ടാവും, അവർ എപ്പോഴെപ്പോഴും വാങ്ങിക്കൊണ്ടേയിരിക്കും. എനിക്കറിയാം, ബിക്കോസ് ഞാൻ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ പറയുന്ന പോലെ വേസ്റ്റ് ആവാതെ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ.
So I hope all of you enjoyed watching this vlog. Do like, comment, share and subscribe to the channel. അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരെ ബൈ, see you.